ഇന്നിതാ കാനഡയിലെ ഒരു ഓണാഘോഷ പരിപാടിയിലേക്കാണ് കേട്ടോ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. കോസ്മോപൊളിറ്റൻസ് ഒരുക്കിയ ഓണാഘോഷ പരിപാടി. ഇതിനകത്ത് നമ്മൾ ഒരുപാട് മിസ് ചെയ്ത വള്ളംകളി മത്സരങ്ങളും വടംവലിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ കാനഡയിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്കും കാണണ്ടേ? ഞങ്ങളും കണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷമാണ് കേട്ടോ ഇത് ആദ്യമായിട്ട് കോസ്മോപൊളിറ്റൻസ് ഒരുക്കിയത്. പക്ഷേ കഴിഞ്ഞ വർഷം ഞങ്ങളിത് അറിയാനോ കാണാനോ ഒന്നും ഇവിടെ വന്നില്ല. ഈ വർഷം നമുക്കത് അറിയാൻ പറ്റിയെങ്കിലും രാവിലെകളിൽ നമുക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. രാവിലെ 8:30 മുതലായിരുന്നു ഇതിൻ്റെ മത്സരങ്ങളും കാര്യങ്ങളും. നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടായ ആശ അജേഷ് അവരാണ് കേട്ടോ നമുക്ക് വീഡിയോസൊക്കെ അയച്ചു തന്നത്. അപ്പോൾ കിട്ടിയ വീഡിയോസിൻ്റെ ക്ലാരിറ്റിയും കിട്ടിയ വീഡിയോസിൻ്റെ ആ ഒരു തലമൊക്കെ വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് അത് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളും അതൊന്ന് കണ്ടിട്ട് എൻജോയ് ചെയ്യൂ. നമ്മളും ആ വീഡിയോസിലൂടെയാണ് കേട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് മിസ് ചെയ്തു. അടുത്ത വർഷമെങ്കിലും പോകണമെന്നാണ് കേട്ടോ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അതുപോലെ പിള്ളേരാണെങ്കിലും ഒന്നും ഈ വള്ളംകളി എന്താണെന്ന് പോലും പിള്ളേർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണുമ്പോഴാണല്ലോ അവർക്കും എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അടുത്ത വർഷം ഇവരെയും കൊണ്ട് പോയി ഇവരെയും ഒന്ന് നേരിട്ട് കാണിക്കണം എന്നൊക്കെയാണ് കേട്ടോ നമ്മൾ ആഗ്രഹിക്കുന്നത്. ലെഡൂക്കിലായിരുന്നു ഈ ഒരു പ്രോഗ്രാം നടത്തിയത് ഈ വർഷം. എന്തായാലും അടിപൊളിയായിരുന്നു. മൊത്തം 9 ടീംസായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുള്ളൂ. ഇവിടെ നടത്തിയത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കേട്ടറിവാണ് കേട്ടോ. പക്ഷേ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, എല്ലാവരും നല്ല എൻജോയ് ചെയ്താണ് ഇന്ന് മത്സരത്തിന് എത്തിയതെന്നുള്ളത്. അതുപോലെ തന്നെ നല്ല ചെയറിംഗ് ആയിരുന്നു. എനിക്ക് ഒരുപാട് മിസ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ പറ്റി കേട്ടോ. എന്നിരുന്നാലും മൊത്തം 9 ടീംസായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മത്സരിക്കാനുണ്ടായിരുന്നത്. അതിൽ 3 പേര് വെച്ചിട്ടാണ് കേട്ടോ ഓരോ തവണ മത്സരിച്ചതും. അതിൽ ഏറ്റവും കുറവ് സമയമെടുത്ത ആരാണോ വിജയികളായത് അവരാണ് ഫൈനൽസിലേക്ക് എത്തിയത് കേട്ടോ. അങ്ങനെ ആ 9 ടീംസിൽ നിന്നും ഏറ്റവും കുറവ് സമയമെടുത്ത 3 ടീംസാണ് കേട്ടോ ഫൈനൽസിലേക്ക് എത്തിയത്. നമ്മുടെ ആരംഭിച്ചിരിക്കുന്നു. അവർ കടന്നു വരികയാണ്. സൗത്ത് എൻഡ് മലയാളി അസോസിയേഷൻ വള്ളംകളിയുടെ എല്ലാ സൗന്ദര്യമുള്ള I can't see anything either, bro. Wait, we're actually winning, I think. Nah, they're catching up, but I think we still got it. They're catching up, though. They're blocking us. I can't hear court. Our head is still first, though. Yes. We actually got this. Let's keep the pace. It's pretty hard to keep the pace and catch it up quick. Oh, no, they're catching up too quick, bro. No, they're falling behind it. Wait, we can win this. We can win this. This is winnable. Bro, I think we win this. The tree's blocking me, man. അപ്പോൾ വള്ളംകളി മത്സരമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? പിന്നെ ഇതാ കോസ്മോപൊളിറ്റൻസ് ഡാൻസ് കോമ്പറ്റീഷൻസും കൂടെ നടത്താറുണ്ട് കേട്ടോ. അതിൽ ഞാനും ഈ തവണ ഭാഗമാകാൻ എനിക്കും ഒരവസരം ദൈവ അനുഗ്രഹത്താൽ കിട്ടി. എന്നെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബിജി ചേച്ചി, സ്മിത ചേച്ചി, ബിയ ചേച്ചി, റോഷ്നി ചേച്ചി, ചിഞ്ചു, ആൻഫി ചേച്ചി,
എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പം ഞാൻ കളിക്കുന്നത് ഡാൻസ് ലാബ് എന്ന ടീമിൻ്റെ കൂടെയാണ്. നമുക്ക് ഹോപ്പ് ചെയ്യാം അല്ലേ, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം റെഡി ആയിട്ട് ഡാൻസിന് പോവാം. അപ്പോൾ ഞാൻ നല്ല ഒരുങ്ങി സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ മേക്കപ്പ് ലുക്ക്. പക്ഷേ ഇതല്ല കേട്ടോ കോസ്റ്റ്യൂം നമ്മൾ നാടൻ പാട്ടിൻ്റെ കോസ്റ്റ്യൂമാണ്. മറ്റേ ബ്ലൗസ്, മുണ്ട്, തോർത്ത് സംഭവങ്ങളൊക്കെ. ഇവിടെ ഒരു പൂവും കൂടെ വരും. അതൊക്കെ പിന്നെ പോകുന്ന വഴിയിൽ അപ്പേനെയും പിക്ക് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. കറക്റ്റ് ടൈമിൽ തന്നെ എത്താൻ പറ്റി. എത്തിയപ്പോൾ നല്ലൊരു പ്ലേസ് ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ അവിടുത്തെ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. മൊത്തം ലേക്ക് സൈഡ് ആയിരുന്നു. നല്ല അടിപൊളി ഒരു വ്യൂ ആയിരുന്നു. പിന്നെ പിള്ളേരൊക്കെ ആദ്യമേ റെഡിയായി, കാരണം അവരുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ ആദ്യമേ. ഇപ്രാവശ്യവും നിക്കോളസും കാരളിനും ഒക്കെ ഉണ്ട് കേട്ടോ അവരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്. ജോലി കഴിഞ്ഞ് നേരെ റോയിച്ചിനും എത്തിയതുകൊണ്ട് തന്നെ പിള്ളേരുടെ ഡാൻസ് കാണാൻ പറ്റി കേട്ടോ. പിള്ളേരുടെ ഡാൻസിന് ശേഷം നേരെ ടഗ് ഓഫ് വാർ ആയിരുന്നേ. ഓടും. ഇതാണ് കേട്ടോ എന്റെ ഫൈനൽ ലുക്ക്. അതെ, എങ്ങനെയുണ്ട് ഗൈസ്? കാലയിലൊരു കെട്ടൊക്കെ ഉണ്ട്. ഇതാണ് നുമ്മ പറഞ്ഞ നടൻ എന്നൊക്കെ സിനിമയിൽ പറയണത് പോലെ ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ ചേച്ചിമാർ കേട്ടോ. അപ്പൊ എല്ലാ ചേച്ചിമാർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയാണ് കേട്ടോ. അപ്പൊ നമ്മളെല്ലാവരും സെറ്റായി. മൊത്തം 6 ടീംസ് ആണ് കേട്ടോ മത്സരിക്കാനുള്ളത്. ഡാൻസിന്റെ വീഡിയോസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ചെറിയ ബൈറ്റ്സ് ഒക്കെ കണ്ട് ആസ്വദിച്ച് അവിടെ ഇരിക്കുക കേട്ടോ. योगी साहिब बना डीट है, वायरल हो गया ये ट्वीट पर നല്ല ഐഡിയാസ് ആണല്ലോ, അടിപൊളി. മറ്റേ ഗരാജ്, വീട് എല്ലാം ആയി സെറ്റ്. ദോശയാണോ? എന്റെ സ്വന്തം മുത്ത് പറയണ്ടേ. നമ്മുടെ
ഓണാഘോഷ പരിപാടിയുടെ അനുബന്ധിച്ച് വടംവലിയുടെ അവസാന സ്റ്റേജിലായിരുന്നു കേട്ടോ നമ്മള്. ഇത്രയും ക്രൗഡായിരുന്നു കേസ് ഈ ഒരു ഫൈനൽ കാണാൻ വേണ്ടിട്ട്. പക്ഷെ കല്ലൂരി കൊണ്ടുപോയി. ആശ ചേച്ചി അല്ലേ ഇത്? അതെയല്ലോ, വള്ളം കളിക്കുണ്ടായിരുന്നോ? ആണോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. വിജയിച്ചാ? അയ്യോ സോറി സോറി സോറി. കഴിഞ്ഞ ആഴ്ച വടംവലി, ഈ ആഴ്ച ഇതും സിനിമയിലെടുത്ത. ഹായ് പറ. പിള്ളേരെ വീട്ടിൽ വിട്ട് ഞങ്ങക്ക് എൻജോയ് ചെയ്യണമല്ലോ. എന്റെ ഡാൻസ് കണ്ടില്ലേ? ഞാനവിടെ കണ്ടു. ആ മതി, കണ്ടു. ഇപ്പം പ്രൈസ് കിട്ടുമ്പോ നല്ലായിരുന്നു പറ, നല്ല വീഡിയോയില് പറ, നല്ലായിരുന്നു പറ. ചേച്ചിനെ കിട്ടിയിട്ട് എല്ലാരും എടുത്തട്ടെ. ഗൈസ്, ഡാൻസിന്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. കിട്ടുമല്ലോ എന്ന് അറിയാൻ പാടില്ല, കിട്ടിയാലും കിട്ടിയില്ലേലും. ഇനിയിപ്പോൾ ആസ് യൂഷ്വൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ സമ്മാനം കൊടുക്കലാണ് കേട്ടോ. ഇത് വള്ളംകളിയുടെ സെക്കൻഡ് പ്രൈസ് ആണ്. ഇത് വള്ളംകളിയുടെ ഫസ്റ്റ് പ്രൈസ് ആണ് ഗൈസ്. അതാ ട്രോഫി കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏതൊക്കെ ടീംസ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് അവരുടെ പേരുകൾ അറിയില്ല. അടിച്ചു മോനെ, ഞങ്ങൾക്കും കിട്ടിയെന്ന് പോയ പോക്കിന് ഒരു തേർഡ് പ്രൈസ്. ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഡാൻസ് കോമ്പറ്റീഷൻ ഒരു പ്രൈസ് ഒക്കെ എന്റെ കൈ കൊണ്ട് പിടിക്കാൻ പറ്റിയത് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് ദൈവം എനിക്ക് സാധിച്ചു തന്നൊരു മൊമെന്റും കൂടെ ആയിരുന്നു കേട്ടോ ആ ഒരു ഡേ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ വടംവലിയുടെ മത്സരത്തിന്റെ ആണ് കേട്ടോ ഈ ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല, എല്ലാവരും കട്ടയ്ക്ക് തന്നെയാണ് പിടിച്ചു നിന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മുടെ തന്നെ പിള്ളേര് സെറ്റ് കളിച്ചത് നല്ല അടിപൊളി ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു അവരുടേത്. ടീം ഓറ അവരായിരുന്നു കേട്ടോ ഫസ്റ്റ് പ്രൈസ് മേടിച്ചത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഓണം പരിപാടി കോമ്പറ്റീഷൻ എല്ലാം കഴിഞ്ഞു. അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. ടഗ് ഓഫ് വാർ ഒക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എഡ്മണ്ടനിൽ വന്നതിന് ശേഷം. നല്ല സൂപ്പർ സാധനമായിരുന്നു. ഞങ്ങൾക്ക് തേർഡ് പ്രൈസ് കിട്ടി. അതിൽ ഒരുപാട് സന്തോഷമാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത്, ഡാൻസിൽ കയറുന്നത്. ആൻഡ് ഐ എം സോ ഹാപ്പി, താങ്ക്ഫുൾ ടു ഗോഡ്. പിന്നെ താങ്ക്ഫുൾ ടു സ്മേ ചേച്ചി, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതിന്. സ്മേ ചേച്ചി മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇവിടെ തീരാണ്. എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. Bye.